ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ബജ്ജി. ബജ്ജി എന്ന് പറയുമ്പോൾ നമ്മൾ ബജ്ജി മുളക്, അതുപോലെ പൊട്ടാറ്റോ, അതുപോലെ പച്ചവാഴക്കൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. ഇതൊരു നോൺ വെജ് ആയിട്ടുള്ളൊരു ബജ്ജിയാണ്. നമ്മൾ കേരളത്തിൽ ഇത് പൊതുവെ അത്ര കോമൺ അല്ല, പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ഇത് കോമൺ റെസിപ്പിയാണ്. അപ്പം ഇതൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ടേസ്റ്റ്, കാരണം നോൺ വെജ് ഒക്കെ ആണല്ലോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ബജ്ജി ഉണ്ടാക്കാൻ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നെത്തോലി മീനാണ്. അതുപോലെ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുക്കുക. ആദ്യം തന്നെ നമ്മൾ മീനൊക്കെ ഒന്ന് തലയൊക്കെ വെട്ടി വൃത്തിയാക്കി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് നടു കീറിയിട്ട് അതിലുള്ള മുള്ളൊന്ന് നമ്മളൊന്ന് പറിച്ചെടുത്താൽ മതി. നമ്മൾ ഈ ബജ്ജി ഉണ്ടാക്കാൻ നെത്തോലി എടുക്കുന്ന സമയത്ത് കുറച്ചൊരു വലിയ നെത്തോലി ഇല്ലേ, ആ ഒരു ടൈപ്പ് നെത്തോലിയാണ് നല്ലത്. ചെറിയ നെത്തോലി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളൊന്നും മാറ്റണമെന്നില്ല, കാരണം നൈസായിട്ടുള്ള ഒരു മുള്ളായിരിക്കുമല്ലോ. കുറച്ച് വലിയ നെത്തോലി ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു മുള്ളുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കഴിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് മുള്ള് മാറ്റണമെന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മീൻ ബജ്ജി ഉണ്ടാക്കാൻ വേറെ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം, പക്ഷേ നമുക്ക് മുള്ള് കുറച്ച് കനം കുറഞ്ഞിട്ടുള്ള ടൈപ്പ് മീനാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനിവിടെ നെത്തോലി എടുത്തിട്ടുള്ളത്. എനിക്ക് ആദ്യം ഈ മീനിനെ കൊണ്ടുള്ള ബജ്ജി എന്ന് കേട്ടപ്പോൾ ഒരു ഇതായിരുന്നു, കാരണം ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. കാരണം വെജാണല്ലോ നമ്മളെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ചെയ്ത് നോക്കിയപ്പം. നമ്മൾ മുള്ളൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു മീനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ ഒന്നുമല്ല, നല്ല എരിവൊക്കെ ഉള്ള സാധാരണ മുളക് പൊടിയാണ്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റാം. കാരണം ആ മീനിൽ ഒരു എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനുള്ള ആ ഒരു മുളക് പൊടി ചേർത്താൽ മതി. ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ആ മീനിലൊക്കെ ഒന്ന് പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് ഒരു അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒന്ന് ശരിക്കും ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് കടലമാവ് ഒരു 4 ടേബിൾ സ്പൂൺ വരെ കടലമാവ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് മതി, കാരണം നമ്മൾ മീനിലൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി. അത് രണ്ടും ഓപ്ഷണലാണ്, ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു കട്ടിയുള്ള ഒരു ബാറ്റർ റെഡിയാക്കുക. ആദ്യമേ കുറച്ച് വെള്ളം ചേർത്താൽ മതി, കാരണം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നമ്മൾ പൊടി ചേർത്തിട്ട് ശരിയാക്കേണ്ടി വരും. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലൊരു കട്ടിയുള്ള നല്ലൊരു മാവാക്കി റെഡിയാക്കുക. ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു മാവില്ല, ആ ഒരു പരുവത്തിൽ നമ്മൾ റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് സോഡാപ്പൊടി ചേർക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൗഡർ ചേർക്കാം. നമ്മൾ പൊതുവേ ബജ്ജി ഉണ്ടാക്കുമ്പോൾ കായം ചേർക്കുമല്ലോ, പക്ഷേ ഞാൻ കായം ചേർത്തിട്ടും ചേർക്കാതെയും ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം രണ്ടും പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ കായം ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ എന്താ നിങ്ങൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മീൻ ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഫ്ലെയിം ഇങ്ങനെ കൂട്ടണ്ട, അപ്പം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് മീൻ ബജ്ജി ഉണ്ടാക്കാൻ നെത്തോലി മാത്രമല്ല വേറെ ഏതെങ്കിലും മീനൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ അതിൻ്റെ മുള്ള് മാറ്റിയിട്ട് ഇതുപോലെ നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ വലിയ കഷ്ണമീനൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ മീനിൻ്റെ വലിയ മുള്ളായിരിക്കുമല്ലോ, ആ മുള്ള് മാറ്റിയിട്ട് ഇതുപോലെ ആ ഒരു പീസ് ഇതുപോലെ കടലമാവിൻ്റെ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് എടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. മീനാണെങ്കിലും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കുന്ന സമയത്ത് ആ ഒരു നെത്തോലി നല്ലൊരു ടേസ്റ്റാണല്ലോ, അതും ഈ കടലമാവിൻ്റെ എല്ലാം കൂടെ വരുമ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിച്ചത്, പക്ഷേ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു.
അപ്പോൾ ഇത് ഏകദേശം 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൽ വെച്ച് ആ എണ്ണയൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുത്താൽ മതി. അധികം എണ്ണ കുടിക്കുന്നൊന്നുമില്ല, കുറച്ച് മാത്രം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ. ഇനി ഇതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ മീനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് ആ ചൂടോടുള്ള സമയത്ത് ആണ് ഇത് കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ മീനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.